ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, ഏതൊക്കെ സ്വഭാവങ്ങളാണ് ഇഷ്ടമുള്ളത്, ഇങ്ങനെയൊക്കെ. അതിൽ കൂടുതലും ഞാൻ അവരുടെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അവരെ കാണുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് പുരുഷന്മാരിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന സ്വഭാവ രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്നത് പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അവരോടൊന്ന് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയാത്തൊരു പുസ്തകമാണെന്നുള്ളതോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഭവമാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ വേറൊരു പരിധി വരെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സ്ത്രീകളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത്. അത് ചെറിയ രീതിയിൽ നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ അത് ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവളെ ചിരിപ്പിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിരി വരുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് അവളെ ചിരിപ്പിക്കുക എന്നുള്ളത്? ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവളെ സന്തോഷിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ്. അതായത് ചില റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ കഴിയും സ്റ്റാർട്ട് ചെയ്ത അപ്പം മുതൽ അവർക്ക് കരച്ചിലായിരിക്കും, സങ്കടമായിരിക്കും എന്നുള്ളത്. ഒരുപാട് പേര് പറഞ്ഞിട്ടും കേൾക്കാറുണ്ട് എനിക്ക് തുടങ്ങിയ ശേഷം സമാധാനം കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ. അത് നമ്മൾ ചെയ്യേണ്ട മീൻസ് പുരുഷന്മാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പുരുഷന്മാർ എന്താണോ ആ റിലേഷൻഷിപ്പിലുള്ള ലേഡീസിന് കൊടുക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് അവരിൽ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സത്യമാണ്. നിങ്ങൾ അവർക്ക് സന്തോഷമാണ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കും സന്തോഷം തരും. അവരുടെ മുഖത്ത് സന്തോഷം കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് ബിഫോർ മാരേജ് ആവാം ആഫ്റ്റർ മാരേജ് ആവാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ലേഡിയെ എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം, അതേപോലെ ചിരിപ്പിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഇവിടെ ചിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹ്യൂമർ സെൻസും ചെറിയ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് കുറച്ച് ഹ്യൂമർ സെൻസ് ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ള പുരുഷന്മാരിലേക്കും സ്ത്രീകൾ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ സന്തോഷിപ്പിക്കാൻ, ചിരിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം, അതേപോലെ തന്നെ കരുതൽ നൽകാനും കഴിയണം എന്നുള്ളതാണ്. ഇവിടെയും സംരക്ഷണം, കരുതൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. സംരക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും സേഫ് ആണെന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം, ആ ലേഡിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും റോഡിൽ കൂടെ നടന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് സേഫായി ഒരു സ്ഥലത്തേക്ക് നിർത്തുക. മീൻസ് നിർത്തുക എന്നുള്ളതല്ല, ഇപ്പൊ നമ്മൾ അമ്മയും കുഞ്ഞും കൂടി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എപ്പോഴും അമ്മ കുഞ്ഞിനെ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ഇപ്പൊ വണ്ടികൾ വരുന്ന ഭാഗത്ത് അമ്മയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് അമ്മ കുട്ടിക്ക് നൽകുന്ന ഒരു കരുതലാണ്, സംരക്ഷണമാണ്. സെയിം തന്നെയാണ് ഇവിടെയും സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളെ സേഫ് ആക്കി നിർത്തുക എന്നുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇതേ രീതിയിൽ തന്നെ അവരെ നിങ്ങൾ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കെയറിങ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇപ്പൊ നിലവിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലുള്ള നിങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് വരികയാണ് ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത ഒരാളാണ്, അധികം അങ്ങോട്ട് കെയർ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് കെയർ ചെയ്ത് കൊടുക്കുക. സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു കെയർ, ഈ കരുതൽ എന്നൊക്കെ പറയുന്നത്. സോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിലേഷൻഷിപ്പ് നല്ല അടിപൊളിയായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കണം, കരുതൽ നൽകാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ കൈ പിടിച്ച് നടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ ചിലർ പറയുന്നുണ്ടാവില്ല കേട്ടോ. പ്രണയിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ ചിലർ പറയില്ല. കാരണം കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലത്തെ ആൾ കണ്ടാലോ വീട്ടിലത്തെ ആൾ കണ്ടാലോ ഒക്കെ ഭയങ്കര പ്രശ്നമാകുമല്ലോ. അതുകൊണ്ടൊന്നും ഒട്ടുമിക്ക ലേഡീസും പറയണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ബിഫോർ മാരേജ് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ കൈപിടിച്ച് നടക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ മാരേജ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടിലൊക്കെ അറിയാം, എല്ലാവരും ഓക്കെ ആയിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നടക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട് അവരുടെ കൈകൾ പിടിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു സ്ത്രീയിൽ ആത്മവിശ്വാസം കൂട്ടുന്നതും വിശ്വാസം കൂട്ടുന്നതായിട്ടുള്ളൊരു കാര്യം. അതായത് അവരിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കും നിങ്ങളുടെ കൂടെ നടക്കാനും എല്ലാത്തിനും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ അവരെ യഥാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം ആ പെൺകുട്ടിയിൽ ഉണ്ടായി വരും എന്നുള്ളതാണ്. സോ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇതൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൈപിടിച്ചൊന്നും നടക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ കൈപിടിച്ച് നടക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾ അവരെ അംഗീകരിച്ചു എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവളുടെ വിഷമങ്ങളൊന്ന് കേട്ടിരിക്കുക എന്നുള്ളതാണ്.
ഇവിടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവരെക്കാൾ കുറച്ച് കുറവാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ കൂടുതലും പറയാനുണ്ടാവും അവരുടെ വിഷമങ്ങളായിരിക്കും. മാത്രമല്ല, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളോട് തന്നെയായിരിക്കും. അപ്പം നിങ്ങളോടത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തരുന്ന ഇഷ്ടം എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതാണ്. ചിലരുണ്ട്, അവരെന്തെങ്കിലും വിഷമം പറയാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴും പരാതികൾ മാത്രമേ ഉള്ളൂ, എൻ്റെ അടുത്തൊന്നും മിണ്ടാണ്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിച്ച് അയക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. എപ്പോഴും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടാവുക അവർ സ്നേഹിക്കുന്ന പുരുഷനോട് അവരുടെ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരെ തിരിച്ചും ഒന്ന് കെയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളതും ഇവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷമങ്ങൾ അവർ പറയാൻ വരുന്നുണ്ടെങ്കിൽ അത് കേട്ടിരിക്കുക. ജസ്റ്റ് അത് കേട്ടിരുന്നാൽ മാത്രം മതി. അതിന് പരിഹാരം കാണണമെന്ന് അവർ പറയില്ല. അതേപോലെ തന്നെ അവരെ വിഷമിപ്പിച്ച ആ ഒരു പേഴ്സന്റെ അടുത്ത് പോയി ചോദിക്കണം എന്നും ഒരു വഴക്കുണ്ടാക്കണം ഫൈറ്റ് ചെയ്യണം എന്നൊന്നും അവർ പറയില്ല. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ അവർ പറയുന്ന രീതിയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ജെന്യൂൻ ആയിട്ട് കേട്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കേട്ടിരിക്കണം എന്നുള്ളത് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സോ കേൾവിക്കാരനാവാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്ററായി പോവാൻ, അതേപോലെ തന്നെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അവർ സ്നേഹിക്കുന്ന പുരുഷൻ നല്ലൊരു കേൾവിക്കാരനായിരിക്കുക, തന്റെ സങ്കടങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 4 പോയിന്റ്സ് ആണ് ഇന്നതിൽ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്ത് പോയിന്റ്സ് ആണ്, ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നല്ല. ചിലപ്പോൾ ഇത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. സ്ത്രീകൾ അങ്ങനെയാണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവരെ ഹാപ്പി ആക്കാനും നല്ല രീതിയിൽ അവരുടെ സ്നേഹം തിരിച്ചു കിട്ടാനും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ ഇതുവരെ ഉള്ളതുപോലെ ആയിരിക്കില്ല, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്